ഹലോ ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായും പരമ്പരാഗതമായിട്ടുള്ള ഈ മഞ്ഞൾ, പിന്നെ ഈ എന്താ പറയുന്ന രക്തചന്ദനം, ഇങ്ങനത്തെ ഫേസ് പാക്കുകളൊക്കെ ഞാൻ പണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഈ ജോലിയുടെ തിരക്കൊക്കെ കാരണം എനിക്ക് അതിലോട്ട് അങ്ങ് സമയം കിട്ടാത്തത് കൊണ്ടാണ് കൂടുതലും ഞാൻ ഹിമാലയ പോലുള്ള ഹെർബൽ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് 3-4 പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് നമ്മുടെ ഈ പൂച്ചക്കുട്ടന്മാരുടെ കാഴ്ചകളും, അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലെ സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണ് പരിപ്പുരുണ്ടൈ കുഴമ്പ് എന്ന് പറയുന്ന നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത് വന്നിട്ട് നല്ല രുചിയാണ്. ഏകദേശം നമ്മുടെ ഈ പരിപ്പ് വടയുടെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ ഹിമാലയയുടെ പ്രോഡക്റ്റ്സ് എങ്ങനെയെന്ന് വെച്ചാൽ അത് വളരെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി വീഡിയോയിലോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇത് പ്രൊമോഷണൽ വീഡിയോ അല്ല, ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നന്നായിട്ടുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതിൽ പ്രധാനമായിട്ടും 3 പ്രോഡക്റ്റ്സ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വന്നിട്ട് ഹിമാലയയുടെ ടർമറിക് ഫേസ് സ്ക്രബ് എന്ന് പറയും. അപ്പോൾ ഫേസ് സ്ക്രബ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുഖത്തിലത്തെ കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖത്തിൽ ഒരുപാട് ഈ ഡെഡ് സെൽസൊക്കെ ഉണ്ടാവും. ആ സെൽസൊക്കെ നന്നായിട്ട് ഈ മാറ്റാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കറുത്ത പുള്ളികളും ഈ ഡൾ സ്കിന്നൊക്കെ ഉള്ളവർക്ക് അതെല്ലാം മാറ്റി കുറച്ചുകൂടെ ഒന്ന് സ്കിന്നിന് ഒരു തിളക്കമൊക്കെ വരാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 50 ഗ്രാമിൻ്റെ ഒരു ഇതാണ് വാങ്ങിയിരിക്കുന്നത്. അതിന് 110 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതിൽ വന്ന് സാധാരണയായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുഖത്തിലുള്ള ഈ അഴുക്കുകളെയൊക്കെ മാറ്റി നന്നായിട്ട് സ്കിന്നൊക്കെ വളരെ ക്ലിയർ ആക്കി തിളങ്ങാനൊക്കെ സഹായിക്കും. ഒരുവിധം ഇത് നല്ല പ്രോഡക്റ്റാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയത്. പിന്നെ രണ്ടാമത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വന്നിട്ട് ഇതിൻ്റെ ടർമറിക്കിൻ്റെ ഫേസ് വാഷാണ്. ടർമറിക് എന്ന് പറയുമ്പോൾ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മൾ പഴയ കാലത്ത് മുത്തശ്ശിമാരുടെ കാലം തൊട്ട് തന്നെ മഞ്ഞളൊക്കെ മുഖത്തും ശരീരത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് ഈ കറുത്ത പുള്ളികളൊക്കെ മായ്ക്കാനും, പിന്നെ മഞ്ഞളിന് ഒരുപാട് നല്ല നല്ല പ്രകൃതിദത്തമായ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് നാച്ചുറലായിട്ടുള്ള ഈ അലർജിയൊക്കെ ഉണ്ടാക്കുന്ന രോഗാണുക്കളെയും ഇതിനെയൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്നു. അപ്പോൾ ഇത് വന്ന് സോപ്പൊന്നും കലർന്നിട്ടില്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. പിന്നെ അതിൽ തന്നെ ഇത് ഒരുപാട് വർഷമായിട്ട് തന്നെ മെഡിക്കൽ ആൻഡ് ഹീലിംഗ് പവർ ഭയങ്കരമാണ്. എല്ലാത്തരം സ്കിൻ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ മുഖത്തുള്ള പാടുകളും കറുത്ത കുത്തുകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തിയാക്കി മാറ്റാനായിട്ടുള്ളൊരു പ്രത്യേക ഫേസ് വാഷാണ് ഇത്. ഇനി ഞാൻ മൂന്നാമത് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഓറഞ്ച് ഫേസ് വാഷാണ്. അപ്പോൾ ഓറഞ്ച് ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇത് വിറ്റമിൻ സിയുടെ കൂടെ അതുകൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിന് മുമ്പിലത്തതും ഞാൻ കാണിച്ച ഈ ടർമറിക് ഇതിന് തന്നെ ഞാൻ അതുപോലെയല്ല 50 ml വാങ്ങിക്കുന്നത്. അതും 95 രൂപയാണ് വില. അപ്പം ഇതിൻ്റെ കാര്യം നോക്കുക എന്നുണ്ടെങ്കിൽ ഇത് വൈറ്റമിൻ സി ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ റേഡിയൻസ് തിളക്കമൊക്കെ കൂട്ടാനും, അതുപോലെ ഒരുപാട് സ്കിന്ന് ഡ്രൈ ഒന്നും ആകാതെ നല്ല ഒരു തിളക്കം കിട്ടാനുമായിട്ടും, ഈ സണ്ണിൻ്റെ സൂര്യപ്രകാശം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ
ഒഴിവാക്കാനായിട്ടും മുഖമൊക്കെ കരിവാളിക്കുന്നതൊക്കെ കുറയ്ക്കാനായിട്ടും ഒക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഓറഞ്ച് ഫേസ് വാഷ് ഹിമാലയയുടെ ഇതും 50 ml ആണ്. ഇതിൻ്റെ വില വന്നിട്ട് 200 അതായത് 115 രൂപ. ഒരു ml 2 രൂപ 30 പൈസ എന്ന് പറഞ്ഞ് വെറുതെ ഒരു കണക്കിട്ടിരിക്കുകയാണ്. ഈ ട്യൂബിൻ്റെ വില വന്നിട്ട് 115 രൂപയാണ്. അപ്പോൾ ഇത് മൂന്നും വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള 3 പ്രോഡക്ട്സ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഫേസ് വാഷൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ തൊലിക്കകത്ത് ഇരിക്കുന്ന ഇമ്പ്യൂരിറ്റീസും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും പൊടിയും ഇതുമൊക്കെ നമുക്ക് സ്കിന്നിന് ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ടല്ലേ. അപ്പം അതൊക്കെ ഒഴിവാക്കി ഞാനിത് റെഗുലറായിട്ട് ഒരുപാട് കാലം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ മേക്കപ്പൊക്കെ പ്രത്യേകിച്ച് വലിയൊരു ഫങ്ഷനോ കല്യാണമോ അങ്ങനത്തെ എന്തെങ്കിലും വിശേഷങ്ങളോ അല്ലാതെ ഇങ്ങനെ ഞാൻ അധികം മേക്കപ്പ് യൂസ് ചെയ്യാറുള്ള ആളല്ല. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളവരുടെ സ്കിന്നൊക്കെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇല്ലെങ്കിലും നമ്മൾ നാച്ചുറലായിട്ടുള്ള സ്കിന്ന് ആണ്. അതൊക്കെ ഇത് യൂസ് ചെയ്താൽ അത് വളരെ വലിയ മാറ്റങ്ങൾ വ്യത്യാസവും നമുക്ക് കിട്ടുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വന്നിട്ട് ഈ തമിഴ്നാട്ടിലൊക്കെ വളരെ സാധാരണമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പരിപ്പുരുണ്ട കൂട്ടാനെന്ന് പറയും. ഇതിലെന്താ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഗ്ലാസ്സിൽ, അതായത് ഒരു 100 ഗ്രാം തോരപ്പരിപ്പും പിന്നെ കുറച്ച് നീണ്ട ചുവന്ന മുളകുണ്ടല്ലോ അതും വെള്ളത്തിൽ വന്നിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് നമുക്ക് ഈ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കട്ടിയാക്കി എടുത്തിട്ട് അത് വട്ടമാക്കി പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ കുറച്ച് സാമ്പാറും മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉപ്പും ഒക്കെ. അപ്പോൾ നമ്മളിത് ഒരു ചീനച്ചട്ടിയിൽ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളമയമായിട്ടാണ് നമ്മളിപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളമയം കൂടാൻ പാടില്ല. ഇതിൽ തോരപ്പരിപ്പിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒരു അരിയുടെ പൊടിച്ച അരിമാവാണെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിൽ ഈ അരയ്ക്കാൻ നേരത്തെ ഒരു ടീസ്പൂൺ അളവിൽ കുറച്ച് പച്ചരിയും കൂടെ ചേർത്തിട്ട് അരച്ചാലും കൊള്ളാം. അത് ആണെങ്കിൽ ഈ ഉണ്ടകൾ പൊട്ടിപ്പോവാതെ അതുപോലെ ആ കൂട്ടാനിൽ കിടക്കുകയുള്ളൂ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി കട്ടിയാക്കാം. അപ്പോൾ കണ്ടോ, ഇതാണ് പാകം. ഇനി നമുക്ക് ഇതൊന്ന് ആറാനായിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം നല്ല ചൂടായിരിക്കും. അപ്പോൾ കൈ വന്നിട്ട് പൊള്ളി പോകാതെ നമുക്ക് ഇത് കുറച്ച് ആറിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇനി ഈ ഒഴിച്ചു കൂട്ടാന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ പുളി, ഒരു നെല്ലിക്ക അളവിൽ പുളി എടുത്തിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തത് അതിൽ വന്നിട്ട് സാമ്പാർ പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇതൊക്കെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ഈ എടുത്ത് ആറാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ പരിപ്പിൻ്റെ അരച്ച കൂട്ട്, ഇതിൽ ഞാൻ സാധാരണ കടുക് കൂടെ പൊട്ടിച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ രുചിയായിരിക്കും. എന്നിട്ട് നമുക്ക് കുറച്ച് 2 കായപ്പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇത് വന്നിട്ട് നന്നായിട്ട് ഈ ഉരുണ്ടകളാക്കി ഇതുപോലെ ഉരുട്ടി എടുക്കാൻ പറ്റുന്ന പാകത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ സാധാരണ ഒട്ടിപ്പിടിക്കാറില്ല. അങ്ങനെ ഒട്ടിപ്പിടിച്ചാൽ ഇതുപോലെ ചെറിയ ഉരുണ്ടകളാക്കാം. പിന്നെ ചിലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഈ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന പാത്രത്തിൽ ഈ ഉരുളകളുണ്ടല്ലോ അത് ഇട്ട് കുറച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ഈ സാമ്പാർ ഇത് ചെയ്യുന്ന കൂട്ടാൻ ഉണ്ടാക്കുന്നതിലോട്ട് ഇടുക ചെയ്യുന്നത്. പക്ഷേ അല്ലാതെയും നമുക്ക് ഇപ്പം വളരെ തിരക്കുള്ളപ്പോൾ എനിക്കൊക്കെ ജോലിയുടെ തിരക്കുള്ളതുകൊണ്ട് അങ്ങനെ വേവിച്ചിട്ടൊക്കെ ഇടാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ അതിനെ ഉരുളകളാക്കിയിട്ട് നേരിട്ട് കൂട്ടാനിൽ ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കുക പതിവ്. അങ്ങനെ ചെയ്താൽ അത് നല്ല രുചിയായിട്ടിരിക്കും. അപ്പോൾ ഞാനിത് മൊത്തം ഉരുളകളാക്കിയിട്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളകൾ ഒന്നൊന്നായിട്ട് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള പുളിവെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. അപ്പോൾ ഇത് ഒന്നൊന്നായിട്ട് ഞാൻ എല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് നേരത്തേക്ക് മൂടി വയ്ക്കാം. അപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഉണ്ടകളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വന്ന് നിങ്ങൾക്ക് തൈര്, കേർഡ് റൈസിൻ്റെ കൂടെയോ ഇതിൻ്റെ കൂട്ടാൻ വന്ന് നമുക്ക് സാധാരണ കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. ഇത് ഒരു പരിപ്പ് വടയുടെ അല്ലെങ്കിൽ അതുപോലെ നല്ല രുചിയുള്ളൊരു
തമിഴ്നാട് സ്റ്റൈലിലെ പരിപ്പുരുണ്ടൈ കൂട്ടാൻ എന്ന് പറയും. പരിപ്പുരുണ്ടൈ കുഴമ്പ്, പരിപ്പ് ഉരുണ്ടൈ കുഴമ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻറ്റ് ഇട്ടേക്കണേ. ഇത് നമ്മുടെ ടൈനിയുടെ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഏഞ്ചലാണ് അവരുടെ അമ്മ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ടൈനി ഇവരെ വിട്ടിട്ട് കുറച്ച് സർക്കിട്ടൊക്കെ പോയിട്ട് വരുന്ന നേരത്ത് ഏഞ്ചലാണ് ഈ ബേബി സിറ്റിങ്, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അതിനെ നക്കി. ഏഞ്ചലിന് കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടും പോകില്ല. അപ്പോൾ നക്കിയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ കൽക്കട്ട ഹൈവേയിൽ പോകുമ്പോഴേക്കും പുഴൽ എന്ന് പറയുന്ന ഒരു പോയിൻറ്റിനടുത്ത് ഒരു ടോളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും പോലെ തന്നെ നമ്മൾക്ക് ഈ ഫാസ്റ്റ് ടാഗ് വെച്ചിട്ടാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് ഗേറ്റ് തുറന്നിട്ട് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോളാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് അത് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത തിങ്കളാഴ്ച ഞാൻ പുതിയൊരു വ്ലോഗുമായിട്ട് വരുന്നത് വരെ ബൈ.